കുഞ്ഞുങ്ങൾ പലതരത്തിലുള്ളതായ പ്രയാസങ്ങളിൽ നേരിടുന്നവരാണ്. പ്രത്യേകിച്ച് പല കലാലയങ്ങളിലും കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമകളായിട്ട് പരസ്പരം തല്ലും അടിപിടിയും കത്തിക്കുത്തും കൊലപാതകമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതെല്ലാം അവർക്ക് പ്രചോദനം നൽകുന്നത് ലഹരി വലിയ പ്രശ്നമുള്ളതല്ല എന്ന് കാണിക്കുന്ന ചില സിനിമകളും, അതുപോലെ തന്നെ ലഹരിക്ക് കൂടുതൽ മദ്യം ഒഴുക്കുന്നതായ ഗവൺമെൻറ്റുമൊക്കെയാണ് ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ളതായ കുഞ്ഞുങ്ങൾ മാറണം. അവർ മാറിയെങ്കിൽ മാത്രമേ അവർക്ക് ആർപ്പുവിളിക്കുള്ളതായ ലഹരി എന്ന് പറയുന്നത് മദ്യമല്ല, മയക്കുമരുന്നുമല്ല, സിന്തറ്റിക്കായിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളല്ല, സിന്തറ്റിക് ട്രാക്കുകളാക്കി മാറ്റണമെന്നുള്ളതാണ് പത്തനംതിട്ട കളക്ടറുടെയിൽ കാണിച്ചൊരു മാതൃക. കുട്ടികളെല്ലാം വിളിച്ച് എല്ലാ കുട്ടികൾക്കും ആവശ്യം പോലെ കളിക്കാൻ, കളി അവരുടെ ലഹരിയായി മാറാൻ സിന്തറ്റിക് മരുന്നുകൾക്ക് പകരം സിന്തറ്റിക് ട്രാക്കുകളായി രൂപപ്പെടുത്തുകയാണ്. ഇതുപോലെ നമ്മുടെ കുട്ടികളെയും അവരുടെ വായനാശീലത്തിൽ വളർത്തണം. അവർക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കണം. അവർ ലഹരിയായിട്ട് ആരാധനയും പ്രാർത്ഥനയും വേദപുസ്തകവും ഒക്കെ ലഹരിയായിട്ട് മാറുവാൻ തക്കവണ്ണം കൊച്ചുനാളിലെ അവരെ അത് പഠിപ്പിക്കണം. ലോകത്തെ ജയിച്ചിരിക്കുന്ന ആളുകളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവരെല്ലാം മഹാന്മാരായിരിക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ല. അവർ ലഹരിയായി കണ്ടുപിടിച്ചത് മനുഷ്യ സേവനമാണ്. മറ്റുള്ളവർക്ക് അവരുടെ കഷ്ടപ്പാടുകൾ അവരെ സ്നേഹിക്കുന്നതാണ് വലിയ മഹത്വകരമായ പ്രവൃത്തി, രാജത്വമായ പ്രവൃത്തിയായിട്ട് കാണുന്നത്. നമ്മുടെ കുട്ടികളും രാജകീയമായ പ്രവർത്തനങ്ങൾ നടത്തി രാജകീയമായ മാർഗം കണ്ടുപിടിക്കുവാൻ യേശുവിൻ്റെ ഈ ഓശാന പെരുന്നാൾ അവർക്ക് അനുഗ്രഹമായി തീരണമെന്നുള്ളതാണ്.